ഹായ് കൂട്ടുകാരെ, ശ്രീമൂസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ വിരിഞ്ഞിറങ്ങിയ നാടൻ കോഴി കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ നാടൻ കോഴി കുഞ്ഞുങ്ങൾ. കണ്ടില്ലേ? കണ്ടോ? 4 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ ഇവരേകദേശം 2 മാസത്തോളം വളർച്ച എത്തിയിട്ടുണ്ട്. നമ്മളിവർക്ക് വിരിഞ്ഞിറങ്ങിയ സമയത്ത് സ്റ്റാർട്ടറും അതുപോലെ തന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗ്രോവറുമാണ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ വരുന്ന പച്ചക്കറികളുടെ വേസ്റ്റും അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പും അരിയൊക്കെയാണ് ഇവർക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. ഒരുവിധം വളർച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 പൂവൻ കുഞ്ഞുങ്ങളും 2 പെടക്കുഞ്ഞുങ്ങളാണുള്ളത്. 9 മുട്ട വെച്ചതിൽ 4 കുഞ്ഞുങ്ങളാണ് നമുക്ക് വിരിഞ്ഞ് കിട്ടിയത്. എന്നാലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതിൽ ഒരു കറുത്ത കോഴി തൊപ്പിക്കുഞ്ഞാണ് കേട്ടോ. നമ്മളിവിടെ പാരൻ സ്റ്റോക്കിൽ തൊപ്പിക്കോഴി ഇല്ല, എന്നാലും നമുക്ക് റെയറായിട്ട് വിരിഞ്ഞ് കിട്ടിയ കോഴിക്കുഞ്ഞാണത്. പിന്നെ നമ്മൾ ഈ പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിലിട്ട് വളർത്തുകയാണെങ്കിൽ അവർക്ക് നല്ല വായുസഞ്ചാരമുള്ള കൂടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുക. പിന്നെ ഇതുപോലെ മണ്ണും പൊടികളൊക്കെ ഇട്ടിട്ട് കൂട് നല്ല വൃത്തിയാക്കി വെക്കുക. എന്നാൽ നല്ല രീതിയിൽ നമുക്ക് കോഴികളെ വളർത്തിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഈ വെളുത്ത കോഴിക്കുഞ്ഞ് നമ്മൾ പെടക്കോഴിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പൂവൻകുഞ്ഞായി മാറുകയാണ് ചെയ്തത്. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.